ബർഗർ ഉണ്ടാക്കാൻ പോകുവാണ്. ബർഗർ ഉണ്ടാക്കാനാണെങ്കിൽ ബീഫ് വേണം, സവാള വേണം, ടൊമാറ്റോ വേണം, ചീസ് വേണം, ടൊമാറ്റോ കെച്ചപ്പ് വേണം, ബർഗർ ബണ്ണും വേണം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കണ്ണപ്പൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. ആദ്യം പാനിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്യണം. പിന്നെ സവാള ഇട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് ഇത്തിരി ഉപ്പും പഞ്ചസാരയും ആഡ് ചെയ്യണം. സവാള നല്ല ബ്രൗണായി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബർഗർ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാനിൽ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തിട്ട് ബർഗർ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബണ്ണ് ടോസ്റ്റായി വരുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ബർഗർ ഉണ്ടാക്കാനുള്ള ബീഫ് എടുക്കണം. ഞാൻ മിൻസ്ഡ് ബീഫാണ് എടുത്തത്. ബീഫിലേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും എടുത്ത് മിക്സ് ചെയ്യാം. പാനിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫിൻ്റെ മിക്സ് ബർഗറിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. മിൻസ്ഡ് ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ബർഗർ ബണ്ണിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. ബർഗർ പാറ്റിയിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ബർഗർ ബണ്ണിലേക്ക് സവാള വഴറ്റിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പാറ്റി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള വഴറ്റിയ സവാള അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ക്യാബേജ ലെറ്റൂസ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. 2 ടൊമാറ്റോ സ്ലൈസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത ബർഗർ ബണ്ണ് വെച്ച് ക്ലോസ് ചെയ്യാം. 2 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൂപ്പറാണ്.